ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കുന്നു. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ സ്നേഹിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, അവൻ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ആരാണ് ഒരാളെ സ്നേഹിക്കുക? അവനുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ദൈവം നമുക്ക് എത്ര വലിയ അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ സൃഷ്ടാവ് നാം അവൻ്റെ മുമ്പാകെ എന്നേക്കും ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ പാപം നമ്മെ ആ സ്നേഹവാനായ ദൈവത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തി. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിടവ് സൃഷ്ടിച്ചു. നിസ്സഹായവും നിരാശാജനകമായ ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ദൈവം തൻ്റെ മകനെ നമുക്ക് വേണ്ടി നൽകി. നമ്മുടെ പാപഭാരം വഹിക്കാൻ ജഡമായി തീർന്നവൻ നമുക്ക് രക്ഷ നൽകുന്നതിനായി ക്രൂശിൽ മരിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഈ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ദൈവസ്നേഹത്തെ മാനിക്കുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ. ആമേൻ.